ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദഹുവ എന്ന ബ്രാൻഡിന്റെ ഒരു NVR-നെ കുറിച്ചാണ്. അത് എങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത്, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തേർഡ് ഐ ടെക് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ദഹുവയുടെ ഒരു NVR എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് NVR-ൽ എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ NVR-ലുള്ള സ്ക്രൂകളെല്ലാം യൂസ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് NVR. നമുക്ക് ഇതിൽ രണ്ട് സാറ്റ, അതായത് രണ്ട് ഹാർഡ് ഡിസ്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. ഈ മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് സിംഗിൾ ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡബിൾ ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. അത് ഓരോ മോഡൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് സാറ്റ കേബിൾ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അതിൻ്റെ പോർട്ടിൽ പ്ലഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിലവിലൊന്ന് പ്ലഗ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിന് പവർ കൊടുക്കാനുള്ള ഒരു കേബിളും കൂടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാർഡ് ഡിസ്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സാറ്റ കേബിൾ ഹാർഡ് ഡിസ്കിലേക്ക് പ്ലഗ് ചെയ്യാണ്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിന് പവർ കൊടുക്കാനുള്ള ഒരു കേബിൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കാണാം ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്കിലെ ഹോൾസ് കറക്റ്റ് ആക്കി നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് നോക്കാം. അതിന് നമുക്ക് NVR-ൻ്റെ കൂടെ ഹാർഡ് ഡിസ്കിൻ്റെ സ്ക്രൂ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതെടുക്കാം. ഞാൻ ഓരോ സ്ക്രൂവും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സാറ്റ കൂടി നമ്മളിവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഒരു പവർ കേബിളും ഉണ്ട്. ഇത് കൊടുത്ത കണക്ടിവിറ്റി പോലെ തന്നെ നമ്മളിവിടെ കണക്ടിവിറ്റി കൊടുക്കാം. അങ്ങനെ രണ്ട് ഹാർഡ് ഡിസ്ക് നമുക്ക് അപ്പ് ചെയ്യാൻ കഴിയും. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ എല്ലാം സ്ക്രൂ അഴിച്ചെടുത്തിട്ടാണ് ഓപ്പൺ ചെയ്തത്. തിരിച്ച് അവിടെ തന്നെ സ്ക്രൂകൾ റീപ്ലേസ് ചെയ്യും. ഞാനിപ്പോൾ അതിൽ NVR-ൻ്റെ പ്രവേശം ഒന്ന് കാണിക്കാം. നമുക്ക് വരുന്നത് ഇവിടെ ഒരു USB പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ മൗസ് കണക്ട് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് HDMI പോർട്ട് ഉണ്ട്. നമുക്ക് HDMI to TV-യിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് VGA ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള VGA വഴിയാണ്. പിന്നെ വരുന്നത് നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഒരു POI സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പവർ അഡാപ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഓണും ഓഫും ബട്ടൺ കാണാം. അത് ഓണാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ NVR ഓണാക്കി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം.
നമുക്ക് NVR ഒന്ന് കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് നമ്മൾക്ക് ഡേറ്റ് ടൈം എല്ലാം കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മളോടൊരു എഗ്രിമെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് പാറ്റേൺ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊന്ന് എനേബിൾ ചെയ്തിടാം. നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഏത് പാറ്റേൺ ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് റിസേർവ്ഡ് ഇമെയിൽ വരുന്നുണ്ട്. അതുപോലെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യം വരുന്നത് നമുക്ക് ഇവിടെ എഴുതിയ പോലെ തന്നെ ഫോർ പാസ്വേഡ് റീസെറ്റിൻ്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാസ്വേഡ് മറന്നുപോയാൽ അത് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് ഓപ്ഷൻസ് ചോദിക്കുക. ഒന്നുമില്ലെങ്കിൽ റിസർവ്ഡ് ഇമെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്കങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാനിപ്പോൾ ഇത് രണ്ടും ഡിസേബിൾ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് NVRൻ്റെ IP കാണാം. DHCP ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എനേബിൾ ആയിട്ടുള്ള IP-യിലേക്ക് നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ആവും. ഞാനിപ്പോൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് കൊടുത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാറ്റസ് ഓഫ്ലൈൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കൊടുത്തു. നമുക്ക് ഇവിടെ ആർട്ടിസ്റ്റിൻ്റെ ഒരു പേജാണ് കാണിക്കുന്നത്. ഓക്കെ കൊടുക്കാം. ഓക്കെ, നമ്മളെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ക്യാമറ എടുത്തിട്ടുണ്ട്. ആ ക്യാമറയുടെ ഒരു ഭാഗം ഞാൻ കണക്ട് ചെയ്ത് POI സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ക്യാമറയുടെ IP ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളൊരു പുതിയ ക്യാമറയുടെ ഡീഫാൾട്ട് IP അതൊരു ഓരോ ബ്രാൻഡിനും വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദവ എന്ന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡീഫാൾട്ട് IP ആയതുകൊണ്ട് 108 എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ചേഞ്ച് കൂടെ ചെയ്ത് നോക്കാം. അതിൻ്റെ IP ഇവിടെ ഞാൻ മോഡിഫൈ IP കൊടുത്തു. ഇവിടെ ഞാൻ 108 എന്നുള്ളത് ഒരു 13 എന്നത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാമറ കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആ ക്യാമറയുടെ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾക്ക് ഒരു 13 ഇവിടെ കാണുന്നുണ്ട്. സെർച്ച് ഡിവൈസ് കൊടുക്കുമ്പോൾ റീഫ്രഷ് ആയി വരുന്ന നമ്മൾ ചേഞ്ച് ചെയ്ത IP ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തു. ഞാൻ ക്യാമറ സെലക്ട് ചെയ്തു, ആഡിലേക്ക് കൊടുത്തു. ഓക്കെ, ഇവിടെ റെഡ് ലൈറ്റ് ആണ് കത്തുന്നതെങ്കിൽ ഇവിടെ പാസ്വേഡ് നമ്മൾ റോങ് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ പാസ്വേഡ് നമ്മൾ എന്താണോ ക്യാമറയ്ക്ക് കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത് ആ സെയിം പാസ്വേഡ് ഇവിടെ കൊടുക്കുക. കണക്ട് കൊടുക്കുക. അത് നമുക്ക് ഇവിടെ കാണാം സ്റ്റാറ്റസ് ഗ്രീൻ ആണ്. നമ്മൾ പാസ്വേഡ് റോങ് ആണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റാറ്റസ് ഇവിടെ
റെഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമുക്കിവിടെ അത് ചേഞ്ച് ചെയ്യുന്നത് എഡിറ്റ് എന്ന ഓപ്ഷനിൽ കയറിയിട്ടായിരിക്കും ഇവിടെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ലൈവിലോട്ട് നോക്കാം. ക്യാമറ ആഡായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിലോട്ട് ക്യാമറ NVR-ലോട്ട് ആഡായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇനി റെക്കോർഡിംഗ് ആയ ഫയൽ നോക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സെർച്ച് എന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാമറകൾ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ടൈം സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ റെക്കോർഡിങ്ങുള്ള സമയം എനിക്കിവിടെ കാണാൻ കഴിയും. ഞാനിവിടെ സെലക്ട് ചെയ്തു. എനിക്കിപ്പോൾ സ്ക്രീനിൽ കാണാം റെക്കോർഡിംഗ് ആയ വിഷ്വലും അതിൻ്റെ ടൈം ആൻഡ് ഡേറ്റ് എല്ലാം ഇവിടെ ലഭ്യമാണ്. അത് നമുക്ക് കാണാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ NVR-ലെ IP 1. എന്ന ക്ലാസ്സിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമറയും ഇവിടെ 1. നമുക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ലൈവായി കാണിക്കുന്നത്. ഇനിയിപ്പോൾ NVR-ന്റെ 2. ക്യാമറയുടെ 1. ആണെങ്കിൽ കണക്ടിവിറ്റി കിട്ടില്ല, ക്ലാസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെതായ ക്ലാസ് സെയിം ആയിരിക്കണം. NVR-ഉം ക്യാമറയും തമ്മിലുള്ള ക്ലാസ് സെയിം ആയിരിക്കണം. അതായത് 192.168.1.13. ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി തേർഡ് ടെക്നിക്കോ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ പ്രവീൺ, തേർഡ് ഐ സൊല്യൂഷൻസ്.